നിങ്ങൾക്ക് നമസ്കാരം. സുനിൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ വന്നിട്ടുള്ളത് ഒരു കമന്റ് റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ്. ഫിജിക്കാർട്ട് വേഴ്സസ് റീറ്റെയിൽ ഷോപ്പ്. ഈ വീഡിയോയ്ക്ക് അടിയിൽ വന്നിട്ടുള്ള ഒരു കമന്റാണ്. മോഹനൻ PN എന്ന ഐഡിയിൽ നിന്നാണ് കമന്റ് വന്നിട്ടുള്ളത്. പാവപ്പെട്ടവന്റെ പൈസ പറ്റിച്ചു, ഓരോരോ തട്ടിപ്പുമായി ഓരോരോ സമയത്ത് വേഷം കെട്ടി വരും. തലപ്പത്തുള്ളവൻ കൈ നനയാതെ മീൻ പിടിക്കും. വേറെ വല്ല തൊഴിലും ഈ കാലത്ത് എന്ത് തൊഴിൽ ചെയ്താലും മിനിമം ₹750 കുറഞ്ഞത് കിട്ടും. സമാധാനമായി ജീവിക്കാം. ഈ കമന്റിന് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാനുള്ളത് കൊണ്ടാണ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മോഹൻ ചേട്ടനോട് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾക്കുള്ളത് കേട്ടറിവ് മാത്രമാണ്. എന്തിനെ കുറിച്ചുള്ള കേട്ടറിവ്? MLM ബിസിനസിനെ കുറിച്ചുള്ള കേട്ടറിവ്, ഡയറക്ട് സെല്ലിംഗ് ബിസിനസിനെ കുറിച്ചുള്ള കേട്ടറിവ്, റെഫറൽ മാർക്കറ്റിംഗിനെ കുറിച്ചുള്ള കേട്ടറിവ്. അത് ഞാൻ വിചാരിച്ചാൽ നിങ്ങൾക്ക് തിരുത്താൻ കഴിയില്ല. നിങ്ങൾ വിചാരിച്ചാൽ മാത്രമാണ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ. അത് എന്റെ ചാനലിൽ തന്നെ ഞാൻ അതിന് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു 4ഓളം വീഡിയോ ആണ് കിട്ടിയിട്ടുള്ളത്. ആദ്യത്തെ വീഡിയോ സമ്പന്നർ എങ്ങനെ അതിസമ്പന്നരാകുന്നു, അടുത്ത വീഡിയോ എന്താണ് MLM, എന്താണ് മണിച്ചിയൻ, ഫിജിക്കാർട്ട് തട്ടിപ്പാണെന്നത് സമ്പന്നയിൽ ഇട്ടിട്ടുള്ള വീഡിയോ, അടുത്ത വീഡിയോ ബോച്ചയുടെ MLM പ്ലാൻ എന്ന തമ്പനയിൽ വന്നിട്ടുള്ള വീഡിയോ, അടുത്തത് 3 ബിസിനസ് രീതിയിലെ കമ്പാരിസൺ ചെയ്തുകൊണ്ടുള്ള റിയാലിറ്റി ഇൻ ബിസിനസ് എന്ന് പറയുന്ന വീഡിയോ. ഈ 4 വീഡിയോ കണ്ടാലാണ് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അത് കാണണോ മനസ്സിലാക്കണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഈ വീഡിയോന്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. പാവപ്പെട്ടവന്റെ പൈസ പറ്റിച്ചു എന്നാണ് ആദ്യം പറയുന്നത്. ആരാണ് പാവപ്പെട്ടവൻ? നിങ്ങൾ എങ്ങനെയാണ് പാവപ്പെട്ടവനായി എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ കൂടി കാണുക. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടും. ഓരോരോ തട്ടിപ്പുമായി ഓരോരോ സമയത്ത് വേഷം കെട്ടി വരും. ഈ പറഞ്ഞത് ശരിയാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് തട്ടിപ്പുകൾ, ആട്, തേക്ക്, മാഞ്ചിയം തുടങ്ങി ഇപ്പോൾ ഹൈറിച്ച് വരെ പല രൂപത്തിലും വേഷത്തിലും വന്നിട്ടുണ്ട്. എന്നാൽ അവസാനം പറഞ്ഞ ഹൈറിച്ച് ആ കമ്പനിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ കോടതി ഉത്തരവിട്ടതിലൂടെ അതിന്റെ മാനേജ്മെന്റിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുക ചെയ്തത് വഴി നമ്മുടെ നാട്ടിൽ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിന് ഒരു നിയമമുണ്ട് എന്ന് മനസ്സിലാക്കുക. ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിലെ തട്ടിപ്പുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതും അറിയേണ്ടതുമായ ഒരു കാര്യമാണ്, ഈ തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ളത് ആരാണ്? ഒരു 5000 കോടിയുടെ ആസ്തിയുള്ള അല്ലെങ്കിൽ ഒരു 10000 കോടിയുടെ ആസ്തിയുള്ള ഏതെങ്കിലും ബിസിനസ് ചെയ്ത് പരിചയമുള്ള ആരെങ്കിലുമാണോ നമ്മുടെ നാട്ടിൽ ഈ ബിസിനസ്സുകൾ നടത്തി തട്ടിപ്പ് ചെയ്തിട്ടുള്ളത്? നിങ്ങളുടെ ഫ്രണ്ട്സ് ചിലപ്പോൾ ഇത് ചെയ്തിട്ടുണ്ടാകാം, നിങ്ങളുടെ റിലേറ്റീവ്സ് ചിലപ്പോൾ ഈ ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ അവർ ചോദിക്കാത്തൊരു ചോദ്യമായാണ് ഇത്. ആരാണ് നിങ്ങളുടെ ബിസിനസിന്റെ ഓണർ? അവർക്ക് എന്ത് ക്രെഡിബിലിറ്റി ആണുള്ളത്? അത് മനസ്സിലാക്കാത്തതും ചോദിക്കാത്തതും കൊണ്ടാണ് പലരും പല തട്ടുകളിൽ ചെന്ന് പെട്ടിട്ടുള്ളത്. അത് നിങ്ങൾ തിരുത്താൻ തയ്യാറാവുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത കാര്യം പറയുന്നത്, തലപ്പത്തുള്ളവൻ കൈ നനയാതെ മീൻ പിടിക്കുക എന്നാണ്. ഏത് ബിസിനസ്സിൽ നോക്കിയാലും തലപ്പത്തുള്ളവർക്കാണ് വരുമാനം കൂടുതൽ കിട്ടുക. നമുക്ക് ട്രഡീഷണൽ ബിസിനസ്സിൽ നിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ഇന്ത്യയിലെ നമ്പർ 1 കോടീശ്വരനായിട്ടുള്ള മുകേഷ് അംബാനി റിലയൻസിന്റെ ഓണറാണ്. അദ്ദേഹം ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ എല്ലായിടത്തും തുടങ്ങുന്നുണ്ട്. അവിടെ തൊഴിലാളികളെ വെച്ചുകൊണ്ട് അദ്ദേഹം പണിയെടുപ്പിക്കുന്നു. അതിന്റെ എല്ലാത്തിന്റെയും അൾട്ടിമേറ്റ് പ്രോഫിറ്റ്, എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളുടെയും ലാഭം മുകേഷ് അംബാനിയുടെ അക്കൗണ്ടിലേക്കാണ് വന്നു ചേരുന്നത്. അദ്ദേഹം ഒരു 3 മാസം കൊണ്ട് ഏകദേശം ഒരു 19,100 ചില്ലാനും കോടിയുടെ മുകളിൽ വരുമാനം ഉണ്ടാക്കിയിട്ടാണ് ഈ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. നമ്മൾ സാധാരണക്കാർക്ക് എത്ര പേര് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്? അദ്ദേഹം കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ബിസിനസ് സ്ഥാപനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു, അവിടെ തൊഴിലാളികൾ വെച്ച് പണിയെടുപ്പിക്കുന്നു, അദ്ദേഹം വരുമാനം നേടുന്നു. ഇതാണ് ട്രഡീഷണൽ ബിസിനസ്സിൽ നടക്കുന്നത്. ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ ഫിജിക്കാർട്ട് എന്ന കമ്പനിയുടെ പ്രൊമോഷന്റെ വീഡിയോ ആണ് ഞാൻ ഈ ചാനലിലൂടെ ചെയ്യുന്നത്. ഈ വീഡിയോയുടെ അടിയിൽ വന്ന് തലപ്പത്തുള്ളവർക്ക് മാത്രം വരുമാനം കിട്ടുന്നു. എനിക്ക് പറയാനുള്ള മറുപടി, ഫിജിക്കാർട്ട് എന്ന കൺസെപ്റ്റിനെ കുറിച്ച് കേട്ടറിവ് മാത്രമാണ് നിങ്ങൾക്കുള്ളത്. ഇവിടെ വരുന്ന ഓരോരുത്തർക്കും തുല്യമായ അവസരമാണ് കിട്ടുന്നത്. അതായത് ഈ കമ്പനി 2018 സ്റ്റാർട്ട് ചെയ്തപ്പോൾ
അസോസിയേറ്റ് ചെയ്തവർക്കും ഇപ്പോൾ ഈ വർഷം 2024 ഇപ്പോൾ അസോസിയേറ്റ് ആകുന്നവർക്കും ഇനി ഒരു 10 കൊല്ലമോ 15 കൊല്ലമോ ഏത് വർഷം അസോസിയേറ്റ് ചെയ്യുന്നവർക്കും തുല്യമായ അവസരമാണ് കിട്ടുന്നത്. കമ്പനിക്ക് ആകെ 13 റാങ്കുകളാണുള്ളത്. ഇന്ന് കമ്പനിയുടെ 10ാമത്തെ റാങ്കിൽ വർക്ക് ചെയ്യുന്ന അബ്ദുൾ JS എന്ന സാറിന്റെ ഒരു പാർട്ണറായിട്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയാണ് സബിതാമ്മ. ഇന്ന് സബിതാമ്മ കമ്പനിയുടെ 13 റാങ്കും കരസ്ഥമാക്കി നാഷണൽ സെയിൽസ് ടീം മാനേജർ റാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആരാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്, ആരാണ് ഇവിടെ കൂടുതൽ ടീം ബിൽഡ് ചെയ്യുന്നത്, അവർക്ക് വിജയിക്കാൻ സാധിക്കുന്നു. അതാണ് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഇവിടെ ആരും ആരുടെയും അടിയിലോ മുകളിലോ അല്ല, ആർക്ക് വേണമെങ്കിലും വിജയിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം. ഞാനിപ്പോൾ ഈ അവസരം ഷെയർ ചെയ്താൽ, നിങ്ങൾ ഏറ്റെടുത്താൽ എന്നേക്കാൾ കൂടുതൽ വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രൊഫഷനാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതെല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ മനസ്സിലാക്കുന്ന മറ്റൊരു പോയിന്റ്, നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ വന്നാൽ അവർ ചെയ്യുന്ന വർക്കിന്റെ റിസൾട്ട് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നു. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവും വന്നതിന് ശേഷമാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾ എടുക്കുന്ന വർക്കിന്റെ റിസൾട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് കിട്ടുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും വരുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് അസോസിയേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ താഴെ വരുന്ന ടീം പണിയെടുക്കുമ്പോൾ മുകളിലുള്ളവർക്ക് വരുമാനം കിട്ടുന്നു എന്നൊരു അർത്ഥം കൂടി ഇതിനുണ്ട്. അതായത് ഞാൻ പണിയെടുത്തിട്ട് നിങ്ങൾ വരുമാനം നേടണ്ട. അപ്പോൾ നിങ്ങളുടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, നിങ്ങൾക്ക് തരുന്ന അവസരം ആ തരുന്ന വ്യക്തിയേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രൊഫഷനാണ് നിങ്ങൾക്ക് തരുന്നത്. ഡയറക്റ്റ് സെയിൽസിനും ഇൻഡയറക്റ്റ് സെയിൽസിനും ഒരുപോലെ വരുമാനം കൊടുക്കുന്ന ലോകത്തിലെ ഒരേ ഒരു ബിസിനസ് മോഡലാണ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്. അതായത് ഫിജിക്കാർട്ട് എന്നുള്ളത് കൊണ്ടാണ് ഓൺലൈൻ പാർട്ട്നേഴ്സ് വർക്ക് ചെയ്യുമ്പോഴും മുകളിലുള്ളവർക്ക് വരുമാനം കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മുകളിലെത്താനുള്ള അവസരം ഇവിടെ ഉണ്ട്. ആ അവസരമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇവിടെ ഈ നെഗറ്റീവ് കമന്റ് ആയിട്ട് ചിന്തിക്കുന്നത്. നിങ്ങൾ ഇപ്പോഴും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൈ നനയാതെ മീൻ പിടിക്കും എന്നുള്ളതിന് എനിക്ക് പറയാനുള്ളത്, ഇവിടെ കൈ നനയാത്ത ആർക്കും വരുമാനം കമ്പനി കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. റൂട്ടിൽ കൂടി പോകുന്ന ആർക്കെങ്കിലും കമ്പനി വരുമാനം കൊടുക്കുന്നുണ്ടോ? ലോട്ടറി എടുക്കാത്ത ആർക്കെങ്കിലും ലോട്ടറി അടിക്കുന്നുണ്ടോ? വഴിയിൽ കിടന്ന് കിട്ടിയ ലോട്ടറിയിൽ 1ാം സമ്മാനം കിട്ടി എന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഇവിടെ വന്ന ഒരു ടീം ബിൽഡ് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും മുകളിലെത്താനുള്ള അവസരം ഇവിടെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വരുമാനം കിട്ടാനുള്ള അവസരമാണത്. അതല്ലാതെ കൈ നനയാത്ത ആർക്കും കമ്പനി വരുമാനം കൊടുക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. വേറെ വല്ല തൊഴിലും ഈ കാലത്ത് എന്ത് തൊഴിൽ ചെയ്താലും മിനിമം ₹750 കുറഞ്ഞത് കിട്ടും, സമാധാനമായി ജീവിക്കാം. അത് ശരിയാണ്. നമുക്ക് എന്ത് തൊഴിലെടുത്താലും ചെറിയൊരു വേതനം കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് 500 രൂപയ്ക്ക് പണിയിപ്പിക്കാൻ ഇവിടെ ആളുകളുണ്ട്, 1000 രൂപയ്ക്ക് പണിയിപ്പിക്കാൻ ആളുകളുണ്ട്, 1500 രൂപയ്ക്ക് പണിയിപ്പിക്കാൻ ആളുകളുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിഞ്ഞോ? നിങ്ങൾ ജീവിതകാലം കുറച്ചുനാൾ പണിയെടുക്കാണ്ടിരുന്നാൽ നിങ്ങൾക്ക് വരുമാനം വരുന്ന ഒരു അവസ്ഥയുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചുറ്റിലുള്ളതൊന്ന് കണ്ണോടിച്ചാൽ നമ്മളൊരു 10, 20, 25 വർഷം വരെ പഠിക്കുന്നു, പിന്നെ നമ്മളൊരു 60, 65 വയസ്സ് വരെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത്. പണിയെടുക്കാത്തവർക്ക് ആരെങ്കിലും വരുമാനം കിട്ടുന്നുമില്ല അല്ലെ? ഇവിടെ നമ്മൾക്ക് ഫിജിക്കാർട്ട് എന്ന ബിസിനസ്സിൽ പണിയെടുക്കാതെ വരുമാനം കൊടുക്കുന്നില്ല എന്നാണ് ബോബി ചെമ്മണ്ണൂർ പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഉള്ള പണി എന്താണ്? നിങ്ങളൊരു ടീം ബിൽഡ് ചെയ്യുക. ആ ടീം ബിൽഡ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾക്ക് ഒരു ടൈം ലിവറേജ് ചെയ്യാൻ സാധിക്കുന്നു, ഒരു ടൈം ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ സാധിക്കുന്നു. ആ സ്ഥാപനത്തിൽ നിന്ന് ഒരു 100 സെയിൽസ് വോളത്തിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്കിവിടെ ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അങ്ങനെ വർക്ക് ചെയ്ത് നിങ്ങൾക്കൊരു പാസീവായിട്ട് 9 ലക്ഷം വരെ തരാമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട്, നിങ്ങളിവിടെ ഇവിടെ കിട്ടുന്ന വരുമാനം പോരാത്തത് കൊണ്ട് ഇവിടെ പലരും വിദേശ രാജ്യങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ജോലിക്ക് വേണ്ടി, പണിക്ക് വേണ്ടി. ബോബി ചെമ്മണ്ണൂർ എന്ത് അവസരമാണ് നിങ്ങൾക്ക് നൽകുന്നത്? നിങ്ങൾ ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ? ഒരു 10,000 കോടിയുടെ ആസ്തിയുള്ള ഒരു ബിസിനസ്സുകാരനാണ്, ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ റൺ ചെയ്യിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പ്രൊജക്റ്റാണ് ഫിജിക്കാർട്ട്. അദ്ദേഹം പറയുന്നത് എന്താണ്? നിങ്ങൾ ഒരു 100 സെയിൽസ് വോളത്തിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങുക, അത് പ്രൊമോട്ട് ചെയ്യുക, ടീം ബിൽഡ് ചെയ്യുക. അങ്ങനെ ടീം ബിൽഡ് ചെയ്യുമ്പോൾ ടൈം ലിവറേജ് ചെയ്യാൻ സാധിക്കുന്നു, ഒരു ടൈം ഫ്രീഡം കിട്ടുന്നു, ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടുന്നു. അവരുടെ വീടിന്റെ ആധാരം പണയം വെച്ച് 25 ലക്ഷമോ 35 ലക്ഷമോ എടുത്തുകൊണ്ട്
വിദേശ രാജ്യങ്ങളിലേക്ക് അവർക്ക് അറിയാത്ത ഒരു പരിചയമില്ലാത്ത മുതലാളിമാർക്ക് വേണ്ടി പണിയെടുക്കുന്നതിന് ജോലിയെടുക്കുന്നതിന് വേണ്ടി, അതായത് ജീവിതാവസാനം വരെ പണിയെടുത്തു കൊടുക്കുന്നതിന് വേണ്ടിയാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച് അറിയാവുന്നവർ ഒരു 100 സെയിൽസ് വോളത്തിന്റെ ഉൽപ്പന്നങ്ങൾ എടുത്തുകൊണ്ട് ഈ ബിസിനസ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇല്ലാത്ത ടൈം ലിവറേജ്, ടൈം ഫ്രീഡം, ഫിനാൻഷ്യൽ ഫ്രീഡം എന്നിവയെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക്. അപ്പൊ ഇതെല്ലാം നേടിക്കൊണ്ട് ഇവിടെ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരമാണ് ബോബി ചെമ്മണ്ണൂർ നൽകുന്നത്. എന്നാൽ ബോബി ചെമ്മണ്ണൂരിന്റെ ഈ കമ്പനിയിൽ ഫിജിക്കാർട്ടിൽ നിങ്ങൾ ഒരു 100 സെയിൽസ് വോളത്തിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഈ അവസരം ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരമാണ് അദ്ദേഹം തരുന്നത്. അദ്ദേഹം പറയുന്നത് ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് ടൈം ലിവറേജ് ചെയ്യുന്നതിനനുസരിച്ച്, നിങ്ങളുടെ ടീം ബിൽഡിംഗ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു പാസീവായിട്ട് മാസം 9 ലക്ഷം തരാമെന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളിൽ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഈ കൺസെപ്റ്റ് തിരഞ്ഞെടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവിനെയും നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ എങ്ങനെ അവസരം ഷെയർ ചെയ്യേണ്ടതില്ല. നിങ്ങൾ അവർക്കൊരു സെക്യൂരിറ്റി പണി മേടിച്ചു കൊടുക്കുക. കാരണം ഇന്നൊരു സെക്യൂരിറ്റിയായി ജീവിതം ആരംഭിക്കുന്നവൻ അവൻ ജീവിത അവസാനം വരെ സെക്യൂരിറ്റിക്കാരൻ തന്നെയായിരിക്കും. അവനവിടെ ഉയർച്ചയോ വളർച്ചയോ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ ഈ അവസരം ഷെയർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വളരാം എന്നുള്ളതാണ് ഈ ബിസിനസിന്റെ പ്രത്യേകത. ഇപ്പൊ സാധാരണഗതിയിൽ നമ്മൾ ഒരു മനുഷ്യൻ ഒരു 25 വയസ്സ് മുതൽ 65 വയസ്സ് വരെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ ഈ കൺസെപ്റ്റ് ഏറ്റെടുക്കുകയും നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാവുകയും ചെയ്താൽ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്താൽ, നിങ്ങൾക്കൊരു 5 വർഷം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നേടാനുള്ള അവസരം ഇവിടെ ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു 35 വർഷം നിങ്ങൾക്ക് സേവ് ചെയ്യാനുള്ള അവസരമാണ് ഫിജിക്കാർട്ട് നൽകുന്നത്. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഈ ബിസിനസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ അവസരം ഉപയോഗിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ അവസരം ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.